ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഫുഡ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ചിക്കൻ കറിയാണ്. നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് എല്ലാം തന്നെ പച്ചക്കറിയാണ് കൂടുതലും ചെയ്തത്, പിന്നെ ഫിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നൊരു ചിക്കൻ കറി ആയാലും നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ്. സ്റ്റെഫിന് വളരെ ഇഷ്ടമാണ്, എൻ്റെ മോന് ഇഷ്ടമുള്ളൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ ഞാനിത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ലിങ്ക് സ്റ്റെഫിനും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവനും അവിടെ ഹോസ്റ്റലിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അവന് ഒത്തിരി ഇഷ്ടമുള്ളൊരു കറിയാണ്. അപ്പോൾ നമ്മൾ 1/2 കിലോ കൂടുതൽ ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഉരുളക്കിഴങ്ങ് ഇവിടെ കഴുകി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 സവാളയാണ്. സവാള നമ്മൾ നീളത്തിലരിഞ്ഞാണ് വെക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില. ഞാനിവിടെ 4 തണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 തണ്ട് ആദ്യം ഇടാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പിന്നെ നമുക്ക് പച്ചമുളക് 4 എണ്ണം നീളത്തിൽ 2ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 1 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. 6 വെളുത്തുള്ളി അല്ലി നമ്മൾ 2ആയിട്ടോ 3ആയിട്ടോ നമുക്ക് അരിഞ്ഞു വയ്ക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ 1 തേങ്ങയുടെ പാലാണ് നമ്മൾ ഈ ഒരു കറിക്കായിട്ട് എടുത്തിരിക്കുന്നത്. അത് 1-ാം പാൽ 2-ാം പാലായിട്ട് നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മിക്സിയിൽ അരച്ച് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ടാണ് പിഴിഞ്ഞെടുത്തതാണ് ഇപ്പോൾ 1-ാം പാലായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ 1 ഗ്ലാസ് ഒഴിച്ചിട്ട് 2-ാം പാലായിട്ട് നമ്മൾ വീണ്ടും ഒന്നുകൂടി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ എടുത്ത് വയ്ക്കും. ആദ്യം തന്നെ നമുക്ക് സവാള ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് തയ്യാറാക്കാനുള്ള ആ ഒരു പാത്രത്തിലാണ് നമ്മൾ ഇടുന്നത്. പിന്നെ നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതുപോലെ പച്ചമുളക്, വെളുത്തുള്ളി അല്ലി അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക. 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 3 ടീസ്പൂൺ നമ്മൾ മുളക് പൊടി. ഇപ്പോൾ സ്പൂണിൻ്റെ അനുസരിച്ച് നമ്മുടെ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് വേണം മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരൽപ്പം വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 സ്പൂൺ ചൊറുക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. ഇതിൽ ഒരു നനവ് കുറവായതുകൊണ്ട് നമുക്ക് തലപ്പാലിൻ്റെ ലേശം ഒഴിക്കാം, തേങ്ങാപ്പാൽ. ഇതെല്ലാം മിക്സ് ആവാനായിട്ട് വളരെ നല്ലതാണ്. ഈ സവാള ഒന്ന് മയം വരെയും ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇനി ചിക്കനും നന്നായിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്കിത് അടച്ചിവിടെ വയ്ക്കാം. അപ്പോൾ ശരിക്കും ഈ കഷ്ണത്തിലൊക്കെ ശരിക്കും അരപ്പൊക്കെ പിടിച്ച് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റ് ആവാൻ വേണ്ടിയാണ് 10 മിനിറ്റ് വയ്ക്കുന്നത്. സമയമില്ലാത്തവർ 5 മിനിറ്റ് വെച്ചാൽ. തിരുമ്മി വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് 2-ാമത്തെ പാല് ചേർത്ത് അടപ്പത്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ അടപ്പത്ത് വെക്കണം. അപ്പോൾ ഇനി നമുക്ക് മൂടി വെക്കണം. അപ്പോൾ ഞങ്ങൾ മൂടി എടുക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മൂടി റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് തിളച്ച് വരുമ്പോൾ നമുക്ക് തുറന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ ഒരു ഹാഫ് വേവാകുമ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം അല്ലേ. നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇത് നമ്മളൊന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് കിഴങ്ങിട്ട് കൊടുക്കാനാണ് പോണത്. അപ്പോൾ അതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉപ്പ് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കണം. നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം, അതായത് കിഴങ്ങിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നൊന്ന് ഇളക്കിയിടാം. ഉരുളക്കിഴങ്ങ് വേകുന്നതാണ് ചിക്കൻ വേകുന്ന ഒരു കണക്ക്. ആയിട്ടില്ല. ഉപ്പും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ അവിടെ കിടന്ന് ഉരുളക്കിഴങ്ങ് വേവട്ടെ. വീണ്ടും നമുക്ക് മൂടി വയ്ക്കാം. ഇനി നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇവിടെ നമ്മളൊരു പാത്രത്തിൽ നിന്ന് ഇടുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് പാൽ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇത് വേണമെന്നുള്ളവർ, ഇത് എന്താണെന്ന് അറിയണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാവുന്നു. അപ്പം നമുക്ക് ഇതൊന്ന് പാത്രം ഒന്ന് തുറക്കാം. നമ്മുടെ ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് മിക്സ് ചെയ്ത തേങ്ങാപ്പാൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബാക്കി തേങ്ങാപ്പാൽ, അതായത് 1-ാം പാൽ നമ്മൾ ചേർക്കുകയാണ്. ഇപ്പം നമ്മൾ തീ കൂട്ടിയിട്ടുണ്ട്, ഹൈ ഫ്ലെയിം ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പാല് കറി വെക്കുന്നവരൊക്കെ വളരെ കുറവാണെന്ന് തോന്നുന്നു. പണ്ട് ഇങ്ങനെയാണ് ശരിക്കും നാടൻ കോഴീനെ നമ്മളുടെ വീട്ടിൽ നിന്ന് കൂട്ടിൽ നിന്ന് പിടിക്കും. വൈകിട്ട് കൂട്ടിൽ കോഴി കയറി കഴിയുമ്പോൾ പിടിച്ച് കൊന്ന് ശരിയാക്കി എടുത്ത് ഇതുപോലെ തേങ്ങ ചിരണ്ടി പാലൊക്കെ റെഡിയാക്കി ഇങ്ങനെ വയ്ക്കും. എന്ത് ടേസ്റ്റാണെന്നോ. അപ്പം അതൊന്നും കിട്ടൽ കുറവാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നി ഇങ്ങനെ പഴയ മോഡലിലേക്ക് കറികൾ ശരിയാണ്. ചെറിയൊരു പാൻ അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ താളിക്കാൻ പോകണം. അപ്പോൾ നമുക്കിനി ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 4 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളി മൂത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില, അതുപോലെ തന്നെ നമ്മൾ 2 ഉണക്കമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുള്ള അരി ഓൾമോസ്റ്റ് നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എരിവല്ലെങ്കിൽ കൂടി പോവും. അതുപോലെ തന്നെ നമ്മുടെ ഇത് കരിഞ്ഞും പോകാൻ ചാൻസ് ഉണ്ട്. ഒരൽപ്പം മുളക് പൊടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കറിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല കിഡു ടേസ്റ്റാണ്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളെന്ന് സെലക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഈ ചിക്കൻ കറി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന അഭിപ്രായം ഈ വീഡിയോയിൽ വന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ഫുഡ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൻ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.